ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് മാഹിയിലുള്ള ടാഗോർ പാർക്കിലാണ്. വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു മേവനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പുറത്തിറങ്ങിയാലോ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ ഒരു സ്പോട്ടാണ് മാഹി ടാഗോർ പാർക്ക് എന്ന് പറയുന്നത്. ഈവനിങ് ഒരു നല്ല സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ് മാഹി ടാഗോർ പാർക്ക്. ഇതിനെ വേറെ പറയുന്ന പേരാണ് കേട്ടോ, മാഹി റിവർ സൈഡ് വാക്ക് വേ എന്നും പറയും. കാരണം ഇതൊരു റിവറിൻ്റെ സൈഡിലുള്ള ഒരു വാക്ക് വേ ആണ് കേട്ടോ. റിവർ സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് മാഹി റിവർ തന്നെയാണ്, ആ റിവറിൻ്റെ സൈഡിലുള്ള വാക്ക് വേ ആണ്. അപ്പോൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു എൻട്രൻസിൽ നിന്നും നമ്മൾ നേരെ കാണുന്നതാണ് നമ്മുടെ മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹി റിവർ എന്ന് പറയുന്നത്. ഇത് അറബിക്കടലിലെ അവിടെ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഒരു പുഴയാണ് കേട്ടോ. ആ ഭാഗത്തേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണും, അത് അറബിക്കടലാണ്. അവിടെ നിന്നാണ് ഈ ഒരു പുഴ ഉത്ഭവിച്ചു വരുന്നത്. അവിടെ കാണുന്നത് ആ ഒരു ഇതാണ് മാഹി ബ്രിഡ്ജ് എന്ന് പറയുന്നത്. മാഹി ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കണ്ണൂർ ആ ഒരു രണ്ട് ജില്ലേനെ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് കേട്ടോ, മാഹി ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതുപോലെ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ലൊരു കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു, നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ബെഞ്ചസും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്നതാണ് കേട്ടോ മാഹി ഗസ്റ്റ് ഹൗസ്. അതിൻ്റെ ഈ ഭിത്തിയിന്മേൽ നമ്മൾ കാണുന്നത് എം മുകുന്ദൻ സാറിൻ്റെ മയ്യഴിപ്പുഴയുടെ തീരത്ത് എന്ന് പറയുന്ന നോവലിലുള്ള ഒരു 12 നല്ല നല്ല ഭാഗങ്ങൾ ഈ ശിലയായിട്ട് ഇങ്ങനെ കൊത്തി വെച്ചേക്കുന്നതാണ്. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മളിങ്ങനെ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഭിത്തിയിന്മേൽ നമുക്ക് കുറേ നല്ല നല്ല പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇത് നമ്മൾ തൃശ്ശൂർ പൂരത്തിനെ പോലെ ഇല്ലേ, ആ പൂരത്തിൻ്റെ ഒരു പ്രതീതിയാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നവരും നമ്മുടെ കേരള തനിമയുടെ കുറേ കാര്യങ്ങൾ നമുക്ക് വള്ളംകളി, വഞ്ചിപ്പാട്ട്, അങ്ങനെയുള്ള പോലെ തിരുവാതിരക്കളി, കോവിലം, പിന്നെ കഥകളി, നല്ല നല്ല പെയിൻറ്റിങ്സ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊക്കെ ഒരു കുളിര് തോന്നുന്ന നല്ല നല്ല പെയിൻറ്റിങ്സും കാര്യങ്ങളുണ്ട്. നമ്മുടെ തൃശ്ശൂർ ഉള്ള പുലിക്കളിയും അതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇവിടെയും ഇതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ പെയിൻറ്റിങ്സൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു തനിമയാണ് അവിടെ കാണുന്നത്. പക്ഷേ മാഹി എന്ന് പറഞ്ഞാൽ പോണ്ടിച്ചേരി, ചെന്നൈ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമല്ലേ. അപ്പം നമ്മൾ ഇതൊന്നും അങ്ങനെ പ്രതീക്ഷിക്കില്ലല്ലോ. നമ്മുടെ കേരളത്തിൻ്റെ ഒരു തനിമ അവിടെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഈ വാക്ക് വേയിൽ കൂടെ നടന്ന് നീങ്ങുമ്പോൾ നമുക്ക് ഹെറിറ്റേജ് ഹില്ലോക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ കാണാം കേട്ടോ. ഈ സ്റ്റേഴ്സ് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തോട്ട് ചെല്ലാം. പക്ഷേ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യമേ പെർമിഷൻ എടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ എടുക്കാത്തത് കൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് നിൽക്കാൻ പോയില്ല, തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വന്നു കേട്ടോ. പിന്നെ മേവൂനാണെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയ കണ്ടു കഴിഞ്ഞാൽ ഓടിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളെ ഫ്രീ ആക്കി നമ്മൾ കുറച്ച് നേരം വിട്ടു കേട്ടോ. പോവാൻ നേരമായപ്പോഴേക്കും മേവും അച്ഛനും കൂടെ പൂവെല്ലാം പൊട്ടിച്ച് കളിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ച് നീങ്ങിയപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ. പക്ഷേ അവിടെ മേവുവിന് കളിക്കാൻ പറ്റിയതൊന്നുമില്ല. സീസോമയാണെങ്കിൽ മേവു അങ്ങനെ ഇരിക്കലും കുറവാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് പുറത്തോട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക്